അരുൺ, ഈ കത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ആദ്യം എൻ വിജയൻ കൊടുക്കുന്നത് പാർട്ടി നേതാക്കൾക്കാണല്ലോ കത്ത്. അവർ വന്ന് അന്വേഷണം നടത്തി, KPCC എന്താണ് സമിതി വന്ന് അന്വേഷണം നടത്തി 3 പേരെ സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ നിന്നും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന കോഴ ആരോപണങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന KPCCക്കും ഈ പറയുന്ന സംസ്ഥാന നേതാക്കന്മാർക്കെല്ലാം ഇതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ട് ധാരണയുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇവരെ 3 പേരെ സസ്പെൻഡ് ചെയ്തത്. അല്ലെങ്കിൽ ഒരു സമിതിനെ വെച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അന്വേഷിച്ചു, സസ്പെൻഡ് ചെയ്തു. എന്താണ് ഇന്ന് വന്ന കത്തിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്? IC ബാലകൃഷ്ണൻ MLA ഒരാളുടെ പേര് നിർദ്ദേശിക്കുന്നു. ആ പേരിൽ എന്ത് പറയുന്നു? അനില CB അല്ലേ, CB എന്ന് പറഞ്ഞ ഒരാളെ അതാണ് സ്ലീപ്പർ പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു ഒരു ലെറ്റർ കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബാങ്കിലൊരു ഭരണസമിതിയുണ്ട്. ആ ഭരണസമിതിയാണ് ശരിക്കും പറഞ്ഞാൽ യോഗം കൂടി തീരുമാനിച്ച് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് അല്ലേ. അല്ലാതെ DCC പ്രസിഡന്റ് അല്ലല്ലോ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്തിനാണ് ബാങ്കുകൾക്ക് ഭരണസമിതി എന്ന് പറയുന്നത്? ആ ഭരണസമിതി അവരുടെ ഭരണം നടത്താൻ വേണ്ടിയിട്ടാണ്, ആ ബാങ്കിൻ്റെ ഭരണം നടത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ DCC പ്രസിഡന്റ് ഒരാളെ നേരിട്ട് അപ്പോയിൻറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ അഴിമതി വരുന്നത്? ഇങ്ങനെ നടത്തുന്ന അപ്പോയിൻമെൻറ്റുകളെല്ലാം എങ്ങനെയാണ് DCC പ്രസിഡന്റ് നേരിട്ട് നടത്തുന്ന അപ്പോയിൻമെൻറ്റുകൾ? അതുകൊണ്ടാണ് NN വിജയൻ വാങ്ങിയ പണം DCCയിലേക്കും MLA മാർക്കും എത്തി എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ ഇനി അനില CB എന്ന് പറഞ്ഞ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അനില CBക്ക് വേണ്ടിയിട്ട് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യാണ്. അതാണ് ഈ NM വിജയൻ എന്ന് പറഞ്ഞിട്ട് DCC സെക്രട്ടറിയുടെ ട്രഷറുടെ മകൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം. ആ മകൻ ജോലി ചെയ്യുന്ന, അത് ഭിന്നശേഷിക്കാരനായ അല്ലെങ്കിൽ മരിച്ചുപോയ മകൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഈ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായ മകനെ മാറ്റിയിട്ട് വേറൊരു കോൺഗ്രസ് നേതാവിനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. മകൻ്റെ മകളെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? അത് അപ്പോയിൻറ്റ് ചെയ്യാൻ എങ്ങനെയാണ് DCC സംവിധാനത്തിന് പറ്റുക? അങ്ങനെ DCC സംവിധാനത്തിന് പറ്റില്ലല്ലോ. അവിടെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് ബാങ്കിൻ്റെ ഭരണസമിതിയാണ്. അപ്പം ആദ്യം ഇന്നത്തെ കത്ത് എന്ന് പറയുന്നത് തന്നെ വലിയ തെളിവാണ് ഈ സംവിധാനത്തിലേക്ക്. അതിനേക്കാളും വലിയ ഈ NM വിജയൻ്റെ കാര്യത്തിനകത്ത് പണം വാങ്ങിയോ ഇല്ലയോ എന്നുള്ള തെളിവിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. അതല്ല തെളിവ്. NM വിജയൻ തന്നെ ഡീറ്റെയിൽഡ് ആക്കി എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ ആരോട് എന്തിനു വാങ്ങി, ഏത് രീതിയിൽ വാങ്ങി, എന്തിനു വാങ്ങി, ആര് ഉപയോഗപ്പെടുത്തി, ആരെന്നെ പ്രശ്നത്തിൽ കൊണ്ടെടുത്ത്, എങ്ങനെ എനിക്ക് ലോണ് പ്രശ്നങ്ങളുണ്ടായി, എങ്ങനെ എൻ്റെ വീട് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ വിശുദ്ധമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അത് മാത്രമാണോ? NM വിജയൻ എഴുതിയ മുൻപ് കൊടുത്ത 2 കത്തുണ്ട്. KPCCക്ക് KPCCക്ക് കൊടുത്ത 2 കത്തുണ്ട്. അവർ നടത്തുന്ന അന്വേഷണ റിപ്പോർട്ടുണ്ട്. ഇതെല്ലാം പുറത്തു വരാൻ കിടക്കുകയല്ലേ? ഇതെല്ലാം പുറത്തു വരാൻ കിടക്കുകയാണ്. അത് മാത്രമാണോ? ബത്തേരി, പൂതാടി, മടക്കിമല, അതുപോലെ തന്നെ പുൽപ്പള്ളി, ഈ പറയുന്ന ബാങ്കുകളിൽ മുഴുവൻ കോഴാരുപതിയാണ്. 1-2 സ്ഥലത്തല്ല. എത്ര മണ്ഡലം കമ്മിറ്റിയാണെന്ന് പറയുന്നത്? റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം തന്നെ എത്ര പരാതികളാണ് മണ്ഡലം കമ്മിറ്റീൻ്റെ നേതൃത്വത്തിൽ പണം വാങ്ങി DCC കൊടുത്തിട്ടുള്ളത്? എത്ര വരാൻ കിടക്കുന്നു? എത്ര വന്നിട്ടുണ്ട്? 1, 2, 3 അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ എവിടെ എത്തുന്നത്? ഇതെല്ലാം DCC പ്രസിഡന്റ് അടുത്തേക്കും DCC പ്രസിഡന്റ് മുൻപ് കൈകാര്യം ചെയ്ത IC ബാലകൃഷ്ണൻ എങ്ങനെയാണ് ഇതിൻ്റെ പ്രതിയായി വരുന്നത്? IC ബാലകൃഷ്ണൻ MLA എന്നുള്ള നിലയ്ക്ക് പണം വാങ്ങിയതല്ല, DCC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? DCC പ്രസിഡന്റാണ്, DCC പ്രസിഡന്റുമാരാണ്, മുൻ DCC പ്രസിഡന്റുമാരാണ് പ്രതിയത്ര 3 പേരെ. അപ്പോൾ DCC പ്രസിഡന്റുമാരാണ് ഈ അപ്പോയിൻമെൻറ്റ് നടത്തി എന്നുള്ള തെളിവല്ലേ? അത് തന്നെ വലിയ അഴിമതിയല്ലേ? എങ്ങനെയാണ് ഭരണസമിതി ഉള്ള ഒരു ബാങ്കിൽ DCC പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുക? ഈ ലെറ്റർ മാത്രം പോരാ, ഇങ്ങനെ ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യാൻ വന്നത് അത് തന്നെ ഏറ്റവും വലിയ അഴിമതിയല്ലേ? വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഏറ്റവും വലിയ രേഖയായില്ലേ അത് മാത്രം? അപ്പം ഒരു പരിധി വരെ എന്താണ് വയനാട്ടിൽ നടന്നിട്ടുള്ള അപ്പോയിൻമെൻറ്റുകളെല്ലാം DCC നേതൃത്വത്തിൻ്റെ അതിന് ഒരു പ്രത്യേക കാരണം ഉണ്ടായിട്ടുണ്ട്. എന്താ അറിയോ? അവിടുത്തെ മണ്ഡലം കമ്മിറ്റികളെല്ലാം അത്ര പ്രാപ്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവിടെ വളരെ ചെറിയ ജില്ലയാണ്, 3 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമുള്ള ജില്ലയാണ്. അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം അവിടുത്തെ DCC നേതൃത്വം തന്നെയാണ്. കാരണം അവിടുത്തെ മെയിൻ നേതാക്കന്മാരെല്ലാം DCCയിലുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ തീരുമാനം എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാ പണങ്ങളുടെയും സ്രോതസ്സ് ഈ പറഞ്ഞ NM വിജയനിലേക്ക് എത്തും. അപ്പം അവരൊരു 5 or 6 ആൾക്കാർ തീരുമാനിച്ചാൽ മതി. ട്രഷറോട് പൈസ മേടിച്ചോളാൻ പറയുക. അപ്പോൾ നോക്കൂ, പാർട്ടി ഫണ്ടാണ്. അത് ഇവരാണ് വീതം വെച്ചെടുക്കുന്നത്. ഇതുവരെയും കണക്കില്ലല്ലോ. ഇതെങ്ങനെ എവിടെയെങ്കിലും കണക്കി വെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ ട്രഷർക്ക് എവിടെയെങ്കിലും കണക്കി വെക്കാൻ പറ്റുമോ? 10, 25, 35 ലക്ഷം വാങ്ങിയിട്ട് അത് വീതം വെച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ശൈലിയിലേക്ക് അതെങ്ങനെയാണ്? ഇപ്പം ഉദാഹരണം പറയട്ടെ, ഇപ്പം മടക്കിമല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, അതൊരു മണ്ഡലം കമ്മിറ്റീൻ്റെ കീഴില്ല. ആ മണ്ഡല കമ്മിറ്റി അവിടെ ഒരു 5 or 6 ഒഴിവുണ്ട്. ആ മണ്ഡല കമ്മിറ്റി ആ പണം വാങ്ങുന്നു, പാർട്ടി ഫണ്ടിലേക്ക് കൊടുക്കുന്നു. പാർട്ടി ഫണ്ട് DCC പ്രസിഡന്റ് നേരെ അവിടെ അപ്പോയിൻമെൻറ്റിന് കൊടുക്കുന്നു. ഇത് തന്നെയാണ് ബത്തേരി സഹകരണ ബാങ്കിൽ നടത്തിയിട്ടുള്ളത്. അവിടെ 4 or 5 ഒഴിവുണ്ടാവും. അവിടെയുള്ള കുറേ ആൾക്കാർ പണം കൊണ്ട് കൊടുക്കും. അപ്പോൾ എന്താണ് ഒരു സീറ്റിന് ഒഴിവ്? നമ്മൾ കേട്ടിട്ടില്ലേ ഈ സ്കൂളുകളിൽ ടീച്ചർമാരെ അപ്പോയിൻറ്റ് ചെയ്യാൻ പണം മേടിക്കും. അപ്പോൾ എന്താണ്, ഒരു സ്കൂളിൽ ടീച്ചറെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇന്ന ദിവസം ഇന്ന മാസം ഈ ടീച്ചർ റിട്ടയർഡ് ആവും. അപ്പം ആ ടീച്ചർ റിട്ടയർഡ് ആകുമ്പോൾ ആ സ്ഥലത്തേക്ക് വരാൻ വേണ്ടി കുറേ ടീച്ചർമാരുണ്ടാവും. അപ്പം അവിടെ ടീച്ചറായി പഠിക്കുന്ന ആ പ്രദേശത്ത് ടീച്ചറായി നിൽക്കുന്ന അവർക്കറിയാം ഇങ്ങനെ ഇന്ന സ്കൂളിൽ ഇതിന് വേക്കൻസി ഒഴിവുണ്ട്. അപ്പോൾ എല്ലാവരും അപ്രോച്ച് ചെയ്യും.
എല്ലാവരും അപ്രോച്ച് ചെയ്യുമ്പോൾ നല്ല സ്കൂളുകൾ ഏതെങ്കിലും ഒരു ടീച്ചറോട് പണം മേടിച്ചിട്ട് ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യും. ചീത്ത സ്കൂളുകൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ എന്താണ് ഈ പണം അപഹരിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന സ്കൂളുകൾ എന്ത് ചെയ്യും? എല്ലാ ടീച്ചർമാരോടും പണം മേടിക്കും. എന്നിട്ട് പറയും ഇപ്രാവശ്യം ഈ സ്കൂൾ തരാം കേട്ടോ, 2 വർഷം കഴിയുമ്പം അടുത്ത ടീച്ചർ റിട്ടയർഡ് ആവും, അപ്പോൾ ഇതിലേക്ക് നിനക്ക് തരാം കേട്ടോ, അത് കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പം അടുത്ത ടീച്ചർ റിട്ടയർഡ് ആവും, ഇത് തരാമെന്ന്. ഇതേ അവസ്ഥയാണ് ഈ പറയുന്ന സഹകരണ ബാങ്കുകൾ മുഴുവൻ നടന്നിട്ടുള്ളത്. എന്ത് സംഭവിച്ചു? ഒരു വേക്കൻസി ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് 2-3 വേക്കൻസി. അപ്പോൾ ഇവർക്കൊരു ബെനിഫിറ്റ് എന്താണ്? ടേൺ ഓവർ കൂടുതലുള്ള അല്ലെങ്കിൽ ഫെസിലിറ്റീസ് കൂടുതലുള്ള ടേൺ ഓവർ, പുതിയ അപ്പോയിൻമെൻറ്റ് നടത്താം. അപ്പോൾ പുതിയ അപ്പോയിൻമെൻറ്റ് നടത്താനുള്ള ഒരു കാലതാമസം ഏത് സംഭവത്തിൽ നടക്കണം? ഈ സ്ഥിരം ഭരണം കയ്യിലിരിക്കുന്ന പാർട്ടികൾക്ക് നടക്കും. 10-15 വർഷമായിട്ട് ഒരു ബാങ്ക് കൈകാര്യം ചെയ്യുന്ന സമിതികൾക്ക് അത് നടക്കും. ഇവിടെ എന്താ സംഭവിച്ചത്? ബത്തേരി എന്താ സംഭവിച്ചത്? കോൺഗ്രസ് BJP ഭരിച്ചുകൊണ്ടിരുന്ന പിന്നെ ബാങ്ക് ഇടക്കാലത്ത് കോൺഗ്രസ് അവിടുത്തെ ഒരു BJP-കാരനെ വിലയ്ക്ക് വാങ്ങിയിട്ട് അത് അട്ടിമറിച്ചു കുറച്ച് നാൾ നടത്തിക്കൊണ്ട് പോയപ്പോൾ ഒരു നിയമനേ നടത്താൻ പറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? BJP കോടതി പോയി, അവിടെ അഡ്മിനിസ്ട്രേഷൻ ഭരണം വന്നു. പിന്നെ അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് BJP തിരിച്ചു വന്നു. പിന്നെ കോൺഗ്രസിന് അവിടെ റോളില്ല. ആ ഇടക്കാലത്ത് മേടിച്ച പണങ്ങളുടെ പ്രശ്നമാണ് ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ. ചില്ലറ കാര്യമാണ് നടക്കുന്നത്. അപ്പം ഒരു പരിധി വരെ ബാങ്കുകളെ ഇവരൊരു കൊള്ള സ്ഥാപനമാക്കി മാറ്റി. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴെന്താണ്, ഈ പറയുന്ന പാർട്ടി ഈ NM വിജയനെയും അദ്ദേഹത്തിൻ്റെ മകനെയും കൊലക്കി കൊടുത്തു എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും ഒരു പരിധി വരെ ഇവർക്ക് ഇദ്ദേഹത്തെ സംരക്ഷിക്കണം എന്നുള്ളത്, ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു മനസാക്ഷി ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണി എന്താണ്? ഈ പണം വാങ്ങിയത് ഈ DCC പ്രസിഡന്റിനും ഈ KPCCക്കും ഈ പറയുന്ന സംസ്ഥാന നേതാക്കന്മാർക്കും ജില്ലാ നേതാക്കന്മാർക്കും അറിയാമല്ലോ. ആ പണം മേടിച്ചത് NM വിജയൻ മാത്രമല്ല എന്ന് ഇവർക്ക് അറിയാലോ. ആ പണം തിരിച്ചു കൊടുക്കാനുള്ള ഒരു മാന്യത ഇവർ കാണിക്കണ്ടായിരുന്നോ? ഒരാൾ കാണിച്ചിട്ടില്ല. ഇപ്പം നടന്ന കാര്യം എന്താണ്? ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സമിതി അവിടെ പോയി. അന്വേഷണ സമിതി അവിടെ കൊണ്ട് 1.25 കോടിയോളം രൂപ വരുന്ന സംവിധാനം ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പണം ഈ കുടുംബത്തിന് കൊടുത്തത് പരമാർത്ഥാണ്. എന്താ സംഭവിക്കുക? അവിടെ അഴിമതിയായി. കാരണം അഴിമതി നടന്ന പണമല്ലേ തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയ പണം. ഒരാൾ ഒരു അഴിമതി നടത്തിയ പണം പാർട്ടിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? മേടിച്ച പണം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? തിരിച്ചു കൊടുത്താൽ അത് അടിമതി പണം വാങ്ങി എന്നുള്ളതിന് വ്യക്തിപരമായ ബാധ്യത, വ്യക്തിപരമായ കുടുംബത്തിലുള്ള ബാധ്യത. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്ര നേതാക്കന്മാരും ആൾക്കാരും മരിച്ചിട്ടുണ്ട്. അവരെ വ്യക്തിപരമായ ബാധ്യത പിന്നെ ഇവരാരെങ്കിലും ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടോ? ഇതെന്താണ്? ഇവരുടെ കണ്ണടയ്ക്കണം. ഇപ്പോൾ തൽക്കാലം ഇവർ രണ്ടുപേരും ഒരു കേരളത്തിലൊരു മരണം നടന്നിട്ട് അത് പൈസ വെച്ച് ഒതുക്കുകയെ ഏത് രീതിയിലാണ് ഈ പാർട്ടിക്കാർ ഇതിനെ കാണുന്നത്? അവരുടെ കുടുംബത്തിൻ്റെ ബാധ്യത ഏറ്റെടുത്തിട്ട് ഈ 2 പേരുടെ ജീവന് വിലയാവുമോ? മനസ്സിലായോ? ആ മനുഷ്യൻ, ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പതാക പെയിൻ്റ് അടിച്ച ഗേറ്റാണ്. മനസ്സിലായോ? ഒരു വീടിൻ്റെ ഗേറ്റ് കൊണ്ട് കോൺഗ്രസിൻ്റെ പതാക ഗേറ്റ് അടിച്ച മനുഷ്യനാണ് അത് മനസ്സിൽ. അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാലും 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഇത് പോലീസിൽ കൊണ്ട് കൊടുക്കാൻ പാടുള്ളൂ, മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ കാരണം ആ പാർട്ടിയെ നെഞ്ചിൽ കയറ്റിയ ഒരു മനുഷ്യനാണ്. ആ പാർട്ടിയെ നെഞ്ചിൽ കയറ്റിയ മനുഷ്യനെ ഇവർക്ക് സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും പൈസ കൊടുത്തിട്ട് വിലയ്ക്ക് പറയുന്നു. ഇപ്പോഴും പൈസ വെച്ചിട്ട് വില പറയല്ലേ? 2 മനുഷ്യന്മാർ ജീവിച്ച 2 പേര് മരിച്ച ഒരു കുടുംബത്തിൽ 2 പേര്, ഒരു മകന് വിഷം കൊടുത്ത് കൊല്ലുന്ന മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ആ അവസ്ഥയിൽ വെച്ച് ഒരു മനുഷ്യൻ വിഷം കൊടുത്ത് കൊന്നിട്ട് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം എത്ര വേദനിച്ചിട്ടും. അങ്ങനെ മരിക്കുന്ന ഒരു മനുഷ്യൻ കോൺഗ്രസ് പാർട്ടിയെ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചേക്കാണ്. മനസ്സിലായില്ലേ? ആ കോൺഗ്രസ് പാർട്ടിനെ സംരക്ഷിക്കേണ്ട ഒരാൾ ഇത്രയും ആത്മാർത്ഥതയോടും 10-15 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി ജീവിതവും പിന്നെ അദ്ദേഹത്തിനുണ്ട കാലങ്ങൾ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജോലി വരെ കിട്ടിയിട്ട് അതുവരെ ഉപേക്ഷിച്ചിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ ഇവർക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല. ഇവർ എന്തിനു സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? ഇനി ഇവർ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ആ ശൈലി വേറെയല്ലേ? അപ്പോൾ ആ ശൈലിയെ പോലെയല്ല ഈ കത്തുകൾ എന്ന് പറയുന്നത്. ഓരോ ദിവസം പുറത്തു വരുന്ന തെളിവുകൾ NM വിജയൻ്റെ ആത്മഹത്യയ്ക്ക് നയിച്ചിട്ടുള്ള കാരണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കാരണം എന്ന് പറയുന്നത് പോലീസ് അന്വേഷണത്തിൽ കൂടെ പുറത്തു വന്നാൽ ഈ പറയുന്ന എല്ലാവരും വഴിക്കുള്ളിൽ പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. Meet the editors.